ആത്മഹത്യ വർദ്ധിച്ച കാലമാണ്. എല്ലാവരും അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മത്സരിക്കും പോലെ ഇരിക്കുന്നു. ആണും പെണ്ണും ചെറുതും വലുതും മൊയ്ലിയാരും അല്ലാത്തവരൊക്കെ ആത്മഹത്യ ചെയ്താൽ പോയി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്താ കാരണം? മനുഷ്യൻ അതപ്പതിച്ചു. അതപ്പതിക്കാതിരിക്കണമെങ്കിൽ വിശ്വാസം വേണം. അല്ലാഹുവിലുള്ള വിശ്വാസം വേണം, ആഖിറത്തിലുള്ള വിശ്വാസം വേണം. ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയും? കാരണം ഫലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത കുല്ലി ഹയ്യ് വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ വനുബഅസു വനുസ്അലു ബഅദദാ അൻ കുല്ലി ശൈഇ. ഫലൗ അന്നാ ഇദാ മിത്നാ തുരിക്നാ, മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുമായിരുന്നുവെങ്കിൽ മരണം ഒരു സമാധാനമാകുമായിരുന്നു, ആത്മഹത്യ ഒരു പരിഹാരമാകുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. വലാകിന്നാ ഇദാ മിത്നാ ബുഇത്നാ വനുസ്അലു ബഅദദാ അൻ കുല്ലി ശൈഇ. നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുനർജന്മമുണ്ടല്ലോ. ആ പുനർജന്മത്തിന് ശേഷം ഇവിടെയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുമല്ലോ. ഈ വിശ്വാസമുള്ള ഒരു മനുഷ്യൻ എങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കഴിയും? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അല്ലാഹുവിലുള്ള വിശ്വാസം രൂഢമൂലമാക്കണം. ആഖിറത്തിലുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കണം. എങ്കിൽ മാത്രമേ നാം മുസ്ലിമാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഏത് പ്രതിസന്ധി വന്നാലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ചിലപ്പോ സ്ത്രീകള്, ഇവിടെ സ്ത്രീകളുണ്ടോ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, അവരെ കെട്ടിച്ചയച്ച വീട്ടിൽ ചിലപ്പോ ഭർതൃപീഡനമുണ്ടായേക്കാം, അല്ലെങ്കിൽ അമ്മായിമ്മയുടെ പീഡനമുണ്ടായേക്കാം. ഞാനെങ്ങനെ ജീവിതം അവസാനിപ്പിക്കട്ടെ എന്ന് ചിന്തിച്ചു പോകരുതേ. കാരണം ഇവിടെയുള്ള താൽക്കാലികമായ ബുദ്ധിമുട്ട് തീർന്നു കിട്ടാൻ വേണ്ടി നീ നിന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ നീ തീരാ ബുദ്ധിമുട്ടിലേക്കാണ് കാലെടുത്ത് വെക്കുന്നത്. മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, എന്താ? പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള ബുദ്ധിമുട്ട് പേടിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ ആത്മഹത്യക്ക് ശേഷമുള്ള ബുദ്ധിമുട്ട് എത്ര ഭയാനകമാണ്. പണ്ടുകാലത്ത് നമ്മുടെ മഹാന്മാരൊക്കെ ആത്മഹത്യ ചെയ്തവന്റെ പേരിൽ നിസ്കരിക്കാൻ വരെ തയ്യാറായിട്ടില്ലല്ലോ. തൗബ ചെയ്യാൻ അവസരമില്ലാതെ മരിച്ചു പോവുകയല്ലേ. ഏത് തെറ്റ് ചെയ്തു പോയാലും അവന് ചിലപ്പോ തൗബ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ആത്മഹത്യ ചെയ്തവന് തൗബ ഇല്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, അങ്ങനെ ഒരു ചിന്ത നമുക്കുണ്ടാകാൻ പാടില്ല. പ്രതിസന്ധി എത്ര വലുതാകട്ടെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ